ഹലോ ഫ്രണ്ട്സ്. ഹലോ. ഞാനിന്ന് വരയ്ക്കാൻ പോണത് നമ്മൾ ഒരു 10-12 ദിവസമായിട്ട് ഒരു വ്യക്തിയെ നമ്മൾ ശരിക്കും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, അയാളെക്കുറിച്ചൊരു വിവരം കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണെന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും മനസ്സിലായിട്ടോ നിങ്ങൾക്ക് എനിക്ക് പ്രതീക്ഷിക്കുന്നു. പുള്ളി ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഞാൻ ന്യൂസ് ടൈം വാച്ച് ചെയ്യാറുണ്ട്, ലൈവ് ഓൺലൈൻ വാച്ച് ചെയ്യാറുണ്ട്. എന്താണ് എന്ന് എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ഇത് തോന്നി, സങ്കടം തോന്നി. കാരണം എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളിൽ അകപ്പെടും, അത് സത്യമാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ പുള്ളി പറഞ്ഞൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. കുറേ പുള്ളിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ന്യൂസിൽ വന്നപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ഒരു തോന്നലാണ്, പുള്ളി ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. ചെറുപ്രായത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, മേ ബി പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ രണ്ടാമത് പുള്ളി ശരിക്കും പറഞ്ഞ ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത്ര കുറച്ച് ഡിലേ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേ രക്ഷപ്പെടുത്താൻ വേണ്ടി കുറച്ച് ഇത് വന്ന് ടൈം എടുത്തെന്ന് എനിക്ക് ശരിക്കും ഒരു ആൾക്കാർ നേവിയും ആർമിയെല്ലാം വന്നത് കുറച്ച് ടൈമിലാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. മേ ബി ആ കറക്റ്റ് ആ ലൊക്കേഷൻ നോക്കിയിട്ട് പുള്ളിനെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കൂടി നേരത്തെ ഒരു റിസൾട്ട് കിട്ടിയാണ്. പിന്നെ നേരെ കേരളത്തിലൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പെട്ടെന്ന് തന്നെ കുറേ ആൾക്കാർ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തതാണ്. ഇതിപ്പോൾ ശരിക്കും എൻ്റെ ഒരു ഇതിൽ കുറച്ച് ആൾക്കാർ വേണം ഒരു റിക്കവറി ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ അവിടെ നിന്ന് കുറേ ആൾക്കാരുടെ അപ്രൂവൽ കാരണം കുറേ പ്രശ്നങ്ങളുണ്ടാവും അവർക്ക്. കാരണം എനിക്ക് തോന്നുന്നത് മേ ബി അവരുടെ പ്രോപ്പറായിട്ട് അവിടെ സേഫ്റ്റിയുടെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പുറത്തു വരില്ല. അതുകൊണ്ട് അവർ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അത് അവർ എല്ലാവരും എടുക്കേണ്ടായിരുന്നു ഇല്ലേ, എനിക്ക് തോന്നുന്നു. എൻ്റെ സജഷനാണത്. അപ്പോൾ പുള്ളി മകൻ കൊച്ചു പ്രായമാണ് അല്ലേ. എനിക്ക് ഇനിയിപ്പോൾ വല്ല മിറാക്കിൾ പോലെ പുള്ളി അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേർന്ന് അല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കാം. എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. മനുഷ്യർ എവിടെ വേണമെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം. പക്ഷേ ഭയങ്കര ഒരു വിഷമം എന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഈ അടുത്തെങ്ങനെ ഇതേപോലെ ഒരു വിഷമം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം
അതൊരു ഭയങ്കര ഒരു ക്രൂരത ഇത് തന്നെയാണ് അല്ലേ. മിസ്റ്റേക്ക് 100% എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവിടുത്തെ നാഷണൽ ഹൈവേയുടെ ഇതിലാണ്. ഇങ്ങനത്തെ മണ്ണൊലിച്ചൽ ഇതൊക്കെ അവർ ചെക്ക് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എത്രയോ പേരവിടെ ഒന്ന് കിടക്കണതാണ് എന്നൊക്കെ അറിയാം അവർക്കല്ലേ. പിന്നെ എന്നിട്ട് അവർ ഇപ്പം അവരുടെ കുടുംബത്തിന് പോയി എന്നാണ് പറയാം അല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നണം. പിന്നെ വരാനുള്ളത് വഴി തങ്ങൂല, അത് വേറെ. ഞാനായാലും ആരായാലും ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതാണ്. മരണം ഒരിക്കലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു വെച്ചാൽ, അവിടെ മലയാളി ആയതുകൊണ്ടാണ് ഒരുപക്ഷെ, അതിൽ പിന്നെ അവിടെ നിന്ന് ഇവിടുത്തെ ഇഷ്ടം പോലെ കോളുകൾ, ടോപ്പ് ലെവൽ കോളുകളൊക്കെ വന്നുകൊണ്ടാണ് പിന്നെയും ഇത്തിരിയെങ്കിലും ഒരു ഇത് കിട്ടിയത്. ആൾക്കാരൊക്കെ പെട്ടെന്ന് കുറച്ചൊരു ഉഷാറായത് എനിക്ക് തോന്നുന്നു. കാരണം അതാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ പറയാനില്ല, വാക്കുകളൊന്നുമില്ല ശരിക്കും പറഞ്ഞിട്ട്. കാരണം ഞാൻ കുറേ ആലോചിച്ചു, പുള്ളി വന്നിരുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പുള്ളിയെ ഒന്ന് പോയി കാണും ഞാൻ വിചാരിച്ചായിരുന്നു. കാരണം ഇത്രയും തരണങ്ങളൊക്കെ ചെയ്ത ഒരു മനുഷ്യനെ എന്തായാലും തീർച്ചയായും കാണണം. പണ്ട് ഞാൻ ഈ കുറച്ചാൾ മുമ്പേ മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു, മഞ്ഞുമൽ ബോയ്സിലെ റിയൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എനിക്കറിയില്ലായിരുന്നു അത് ഇങ്ങനൊരു സംഭവം നടന്നതൊന്നും. എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കങ്ങനെ കണ്ടതും. പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. ഭയങ്കര ഒരു വിഷമം തോന്നി. അപ്പം ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ അറിയണത് സത്യം പറഞ്ഞു. ഇങ്ങനൊരു അതിനുശേഷം ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ചെറിയൊരു വിഷമം തോന്നും. കാരണം നമ്മളെപ്പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് വീട്ടിലേക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ഇതാണ് അല്ലേ. ജോലിക്ക് വർക്കിന് ക്യാഷിന് വേണ്ടി, ഇൻകത്തിന് വേണ്ടി അല്ല ഈ പണി തിരഞ്ഞെടുത്ത്. എന്തായാലും അവരുടെ ഇതൊക്കെ ഞാനിങ്ങനെ എല്ലാ ദിവസവും ന്യൂസ് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാറുണ്ട്. ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഒന്നുമില്ല. എന്താ പറയുക, ചില സമയം നിശബ്ദരായി പോകുന്നത്, നിശബ്ദരായി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇത് തന്നെയാണ്. ഒന്നും പറയാനും കിട്ടില്ല, കാരണം ഒന്നും തെളിയിക്കാനോ ഒന്നും പറ്റില്ല. വെറുതെ ഇങ്ങനെ വിധിയുടെ ഒരു കളിപ്പാട്ടം പോലെ നിൽക്കുന്ന. അറിയില്ല ഇത് എത്രത്തോളം ആയിരുന്നു. പക്ഷെ ഞാനൊരു ചെറിയൊരു പിക്ചറെടുത്ത് വരച്ച് നോക്കിയാണ്. ആ പയ്യൻ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ട് മാറി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
എത്രത്തോളം ആയെന്നത് ഐഡിയ ഇല്ല. പക്ഷെ നടന്മാരെയൊക്കെ വരയ്ക്കുന്നവർ എനിക്കൊരു ധാരണയോ ഒന്നും പറയാനില്ല കേട്ടോ. മനുഷ്യർ ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം, അല്ലേ? പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യർ വളരെ ചെറുതാണ്, അതാണ് സത്യം. നമ്മൾ ഈ വികസനങ്ങളൊക്കെ ഉണ്ടാക്കി റോഡ് വലിയതായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ നേച്ചറിനെ ഹാം ചെയ്യാനാണ്, അല്ലേ? അവരുടെ ആ ഒരു അവരുടെ ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ഇത് മുഴുവൻ കോട്ടം തട്ടണതാണ്. അതുകൊണ്ടാണല്ലോ ഇത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ കുറച്ച് ടച്ചിങ് കാര്യങ്ങളുണ്ട്, അതൊന്നും നോക്കിയിട്ട്. പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഇതിൽ ഈ ഒരു ദുരന്തത്തിൽ ഇതിലേക്ക് ഇറങ്ങിയ, അല്ലെങ്കിൽ അതിലേക്ക് അന്വേഷിച്ചിറങ്ങിയ, കണ്ടുപിടിക്കാൻ നോക്കിയ ആർമിക്കാരോട്, നേവിക്കാരോട്, അവിടെയുള്ള സഹായിക്കാനിറങ്ങിയ നമ്മുടെ എറണാകുളം കേരളത്തിൽ നിന്ന് പോയ കുറച്ച് മനുഷ്യരോട്, നല്ല മനുഷ്യരോട്, എല്ലാവരോടും വളരെ നല്ല സ്നേഹപൂർവ്വം എൻ്റെ ഒരു പ്രണാമം. കാരണം എനിക്ക് തോന്നുന്ന ഈ മഴയത്ത് പ്രതികൂല സാഹചര്യത്തിൽ പോലും അവർ ഡൈവേഴ്സായാലും എല്ലാവരും ഇറങ്ങി അതിനുവേണ്ടി ഇറങ്ങിയല്ലോ, അല്ലേ? പിന്നെ എനിക്കിതിൽ ആദ്യം കണ്ടൊരു ഫോൾട്ട്, ഞാനത് പറയണമെന്നില്ല, കാരണം അവരൊരു ഗ്രൗണ്ട് ലെവൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അറിയാൻ പറ്റുമായിരിക്കും. എനിക്ക് ആരെങ്കിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒച്ച കേട്ടിട്ടുണ്ടോ, ഒക്കെ വെള്ളത്തിലേക്ക് വീഴുന്നൊരു ഒച്ച എന്തായാലും ശക്തമായ ഒച്ചയായിരിക്കുമല്ലോ, കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അവിടെ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ടൈം എടുക്കില്ലായിരുന്നു. ഓക്കെ, ഇത് നന്നായൊന്ന് ശ്രമിക്കണം. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്, ഒരു പിക്ചറായിട്ട് ഞാൻ വരാം. താങ്ക് യു.